കൊല്ലം റോസ് സൊസൈറ്റിയുടെയും ജാജീസിന്റെയും നേതൃത്വത്തിൽ ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി. കൊല്ലം ആശ്രമ മൈതാനിയിൽ രാവിലെ 11 മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവേശനം. ജനുവരി 4 വരെ ഫ്ലവർ ഷോ ഉണ്ടാകും. നമ്മുടെ ഡിസംബർ മാസത്തെ തണുപ്പും ജനുവരിയിലേക്കുള്ള ഒരു തണുപ്പും ഒരു സമയത്ത് കൊല്ലത്ത് ഫ്ലവർ ഷോ ആരംഭിച്ചു. നമ്മുടെ റോസ് സൊസൈറ്റിയും അതുപോലെ ജാജീസും സംയുക്തമായിട്ടാണ് നമ്മുടെ കൊല്ലത്ത് ഈ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത് സെറ്റിങ്സ് അതിലാണ് ഏറ്റവും മനോഹരം. മുമ്പും ഇവിടെ ഫ്ലവർ ഷോ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഈ പിന്നിൽ ഈ കാണുന്നത് ഒരു ഇൻസ്റ്റലേഷനാണ്. നമ്മൾ ബിനാലെ മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ചട്ടിയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ ആ പൂക്കളെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് ഞാൻ പറയാൻ കാരണം. വേറൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഈ ഗോപുരങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൽ മറ്റൊരു ചന്തം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. എൻട്രൻസ് മുതൽ അങ്ങ് എൻഡ് വരെയും വളരെ മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതും ഓരോരോ ടൈപ്പ് ആർട്ട് വർക്കുകളും ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ പെട്ടെന്ന് കാണുന്ന ചെടികളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് അത് അറേഞ്ച് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പം വളരെ മനോഹരമായിട്ട് ഇപ്പം അമ്മ പറയുന്നത് ശരിയാണോ? ശരി. എന്താണ് എക്സ്പീരിയൻസ്? കൊള്ളാം. ഇവിടെ നമ്മൾ വർഷങ്ങളായിട്ട് വരുന്നതാണ് ഇങ്ങനെയുള്ള പുഷ്പമേളയ്ക്ക്. നമ്മൾ എല്ലാ പുഷ്പമേളയ്ക്കും വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരുപാട് പൂക്കൾ ഇത്തവണ ഉണ്ട്. ഇപ്പോൾ ഒരു 15,000 സ്ക്വയർ ഫീറ്റാണ്. അടുത്ത വർഷം നമ്മൾ എത്ര ആക്കണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതുപോലെ നല്ല ഷോകളൊക്കെ ഉണ്ട്. നമുക്ക് രാത്രി വന്നിരുന്ന് കാണാനായിട്ടൊക്കെ കരകാട്ടമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഭയങ്കര നമ്മൾ അതൊക്കെയാണ് അനുഭവിച്ചറിയേണ്ടത്. സിലേഷ്യ, സാൽവിയ, സീനിയ ആസ്റ്റർ ഡാലിയ, ആന്തൂര്യം, ഓർക്കിഡ്, ബോഗൻവില്ല തുടങ്ങിയവയ്ക്ക് പുറമെ 2000-ഓളം വിവിധയിനം റോസാപ്പൂക്കളും ഇവിടുണ്ട്. പ്രണയം ഇല്ലാത്തവരായി ആരുണ്ട്? പൂക്കളെ പ്രണയിക്കാത്തവരായി ആരുണ്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 5 മിനിറ്റ് ചെലവഴിച്ചാൽ മതി. ആ പ്രണയവും വരും, പൂക്കളെ പ്രണയിക്കുകയും ചെയ്യും. കൊല്ലം ആശ്രാമത്തെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.